ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്നലെ കണ്ടു. ആക്ച്വലി ഇന്നാണ് വീഡിയോ ചെയ്യാൻ പറ്റിയുള്ളൂ. കുറെ തിരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ടു. ഇനിയുണ്ട് GBU ബസോക്കൊക്കെ പിന്നാലെ വീഡിയോസ് വരും. സോ എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഖാലിദ് റഹ്മാനാണ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമ. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും യൂത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു താരം എന്ന് തന്നെ പറയണം. നസ്ലീനും കൂടി ഒന്നിക്കുന്ന ആ ഒരു സിനിമ. ഖാലിദ് റഹ്മാന്റെ ടീമിനെ കുറിച്ച് നമുക്കറിയാം. ഓൾമോസ്റ്റ് ടെക്നിക്കൽ സൈഡ് സോ ഗുഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ ആ ഒരു ക്രൂ തന്നെ ഉണ്ട് അങ്ങേരുടെ സൈഡിൽ. അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. അതായത് ഗംഭീരമായിട്ടുള്ള ഒരു ടീം, അവരുടെ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ. ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രസന്റേഷൻ രീതി ഉണ്ട്, അത് സോ ഗുഡായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വെടിച്ചില്ലായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഖാലിദ് റഹ്മാൻ ഇതിന് മുന്നേ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇതിൻ്റെ ഒരു ത്രെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഉള്ളിലൊക്കെ ഒതുക്കി തീർക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ മാക്സിമം ഈ കഥ പറയാൻ മുക്കാൽ മണിക്കൂറിനുള്ളിലൊക്കെ ഒതുക്കി തീർക്കാവുന്ന ഒരു സംഭവം ത്രൂ ഔട്ട് 2.5 മണിക്കൂർ വലിപ്പിക്കുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സിനിമയ്ക്കുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ആലോചിക്കാതെ ഈ ഒരു സിനിമ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതുപോലെ തന്നെ ക്യാമറ, എഡിറ്റിങ്, അതുപോലെ തന്നെ ആ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ, കോർ ടീമിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെട്ടിച്ചില്ലാണ്. പടത്തിൻ്റെ ത്രൂ ഔട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. ഓരോരുത്തർ വരുമ്പോഴും പോവുമ്പോഴും ആക്ഷൻ്റെ സമയത്തും ആ സ്ട്രീറ്റ് ഫൈറ്റ് സമയത്തും ഓരോ കോമഡി പറയുമ്പോഴാണെങ്കിലും ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ഇടവിട്ടിട്ട് ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അത്രയധികം നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് ഓരോ സീക്വൻസിനകത്ത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇതിൻ്റെ ക്യാമറ ആൻഡ് എഡിറ്റിംഗ്. കാരണം റിങ്ങിനകത്തുള്ള ബോക്സിങ് ചില സാധനങ്ങൾ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു കൊറിയോഗ്രാഫി എന്ന് തന്നെ പറയണം. ഞാൻ പക്ഷേ ഇതിലും കുറച്ചും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. അത് ഞാൻ നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന സമയത്ത് പറയാം. ക്യാമറാമാൻ ശരിക്കും പറഞ്ഞാൽ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല എടുത്തേക്കണത്. പിന്നെ ആ സ്ട്രീറ്റ് ഫൈറ്റിനകത്തും അത്യാവശ്യം നല്ല രീതിക്ക്, സ്ട്രീറ്റ് ഫൈറ്റ് അല്ല, മറ്റേ ആ ഒരു അറഫിനകത്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം, ഒരു സാധനമൊക്കെ ഉണ്ട്. അത് നല്ല രസമായിട്ട് അവർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി പോസിറ്റീവ് എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം. നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന സമയത്ത് വളരെ കുഞ്ഞൊരു ത്രെഡ്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ മലയാളം ഓഡിയൻസിനെ സംബന്ധിച്ച് മേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനങ്ങൾ അതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പണ്ടൊക്കെ സിനിമ 10-40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം കൊണ്ടൊക്കെ ഒരു നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു സിനിമ ഇറക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മേക്കിങ്ങിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു ചിലപ്പോൾ 70-80-100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ പുറത്തിറങ്ങുന്നത് മേക്കിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. സോ ആ ഒരു സംഭവം ഇതിനകത്ത് കാണാണ്ട്. മേക്കിംഗ് വളരെ ഗംഭീരമായിട്ടൊരു സാധനം. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു കണ്ടന്റ്, പക്ഷെ നമുക്ക് ബോറടിക്കാതെ ഇങ്ങനെ കണ്ടിരിക്കാന്ന് മാത്രമുള്ളതേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു ഈ ഒരു സിനിമയ്ക്കകത്ത്. സംഭവം ശരിയാണ്, നമുക്ക് ട്രെയിലർ കണ്ടാലോ അതിന്റെ ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം അമച്ചുറായിട്ടുള്ള കുറെ പരിപാടികളാണ്. അതായത് കുഞ്ഞു പിള്ളേരുടെ അല്ലെങ്കിൽ ഒരു +1 +2 എത്തി നിൽക്കുന്ന പിള്ളേരുടെ ബോക്സിംഗ് പരിപാടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നസ്ലീനെ കൊണ്ടും ഇപ്പൊ ഗണപതി കാരണം ബോഡിയൊക്കെ അമ്മാതിരി ബിൽഡ് ചെയ്തിട്ടാണ്. ഗണപതിയുടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ, ഗണപതിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഗണപതിയുടെ സൈഡിൽ നിന്ന് കുറച്ചും കൂടിയും കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതീക്ഷിച്ചു പോകും. പക്ഷെ അതൊന്നും നടക്കാതെ വരുമ്പോൾ അതിന് അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ വളരെ ബാലിശായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെയൊന്നും അല്ല ശരിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഒരു +2 പഠിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ പറയുന്നുണ്ടാവും പെയിന്റ് പണിക്കാരനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ ശരിക്കും അങ്ങനെയല്ല ശരിക്കും പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ നെട്ടിച്ചൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ബേബി ജീൻ. ഞാൻ ആക്ച്വലി ആളെ ഓൺ സ്ക്രീനകത്ത് കാണുന്ന ആദ്യമായിട്ടാണ് മൂപ്പര് വരുന്നത് തോന്നുന്നു. ഞാൻ അങ്ങനെ വേറെ ഇതിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ മച്ചാൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും വേറെ ലെവലിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ നസ്ലീനെ ഞാൻ കണ്ട സമയത്ത് ബോഡിയൊക്കെ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പാക്കി 6 പാക്കും മറ്റേ കട്ട്സൊക്കെ വന്ന് നിൽക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മൂപ്പരയിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിലും കുറച്ചും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. ആ എഫേർട്ടൊക്കെ ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള പല സാധനങ്ങളിലും ഇറക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ വേറെ ലെവലിൽ എത്തേണ്ട ഒരു എഫേർട്ട് തന്നെയായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒരു ചുമ്മാ ഒരു കുട്ടിക്കളി പോലെ അങ്ങനെ അങ്ങോട്ട് പോയി എന്നുള്ളതല്ലാതെ തുടക്കവും ഇൻ്റർവെല്ലും വരെയൊക്കെ നമ്മൾ അസാധ്യമായിട്ട് എൻഗേജ് ചെയ്തിരുത്തിയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം ശരി എന്നുള്ളൊരു ലെവലിലേക്ക് മാറ്റുന്നു. വലിയൊരു ഉണർവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല തിയേറ്ററിനകത്ത്. എനിക്ക് തോന്നുന്നു
ബേബി ജീൻ്റെ ഒരു സീനിന് നല്ലൊരു കൈയടി കിട്ടി. പിന്നെ ഗണപതിയുടെ സീനിന് നല്ല കൈയടി കിട്ടി. പേഴ്സണലി ഞാൻ കൈയടിച്ച വേറെയും കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. അതായത് ബോക്സിംഗ് റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറാമാനും എഡിറ്ററും താരങ്ങളും പെർഫോം ചെയ്തിട്ട് തകർത്തടിക്കിയിട്ടുള്ള കുറച്ച് സീക്വൻസുകളുണ്ട്. അത് ഞാനങ്ങനെ അന്തം വിട്ടത് എങ്ങനെയാണ് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് സൂപ്പറായിരുന്നു ആ ഒരു സംഭവം. ഞാൻ പേഴ്സണലി കൈയടിച്ചു. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോഴും വലിയ ഒരു ഗംഭീര ഒരു സിനിമ കഴിഞ്ഞു എന്നുള്ളൊരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് പേഴ്സണൽ അഭിപ്രായമാണ്. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ കാണാനുള്ളവരെന്തായാലും ഇത് തിയേറ്ററിനകത്ത് തന്നെ കാണുക. തിയേറ്ററിനകത്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് OTT-യിൽ കണ്ടാൽ ചിലപ്പോൾ ഇത്രയും കൂടി ഇഷ്ടമായി കോളണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ടന്റ് അല്ല ഇതിൽ പ്രാധാന്യം, ഇതിൽ മേക്കിംഗ് ആണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം. വെടിച്ചില്ലായിട്ട് അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എഴുതിത്തരാം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പ്രതീക്ഷിച്ച് വരും. പിന്നെ നസ്ലീൻ എന്ന് പറയുന്ന ആ ഒരു താരം, ഞാൻ പല സമയത്തും ദിലീപിന്റെ ഷെയ്ഡ്, ദിലീപ് ചെയ്യുന്ന കോമഡിയുടെ ആ ഒരു ഷെയ്ഡ് പല സമയത്ത് എനിക്ക് തോന്നുന്നു അത് വളരെ നന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അത് ദിലീപിന്റെ ആ ഒരു ഷെയ്ഡൊക്കെ പിടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മൂപ്പര്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാനുള്ളവർ എന്തെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.